പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിലൊരു പദം വരുന്നില്ലല്ലോ. ലോകമെങ്ങും പെരുമ പെറ്റ കവിത ഗീതാഞ്ജലിയിലെ വരികളാണിത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നമ്മുടെ രാജ്യത്തിന് ഒരേ ഒരു തവണയേ എത്തിയിട്ടുള്ളൂ. അതെത്തിച്ചത് നമ്മുടെയൊക്കെ എക്കാലത്തെയും പ്രിയപ്പെട്ട, നമ്മളെല്ലാ കാലവും ഓർക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ പെരുമ വാനോളം ഉയർത്തിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നൊബേൽ നേട്ടം. ടാഗോറിന്റെ 150-ാം ജന്മദിന വേളയിൽ ചരിത്രകാരൻ ഇന്ദ്രനാഥ് ചൗധരി പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ്. 1913 നവംബർ മാസത്തിലായിരുന്നു ടാഗോറിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാന പ്രഖ്യാപനം ഉണ്ടായത്. പുരസ്കാരത്തിന് അർഹനായിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് തനിക്ക് കിട്ടിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം. പക്ഷേ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് വാങ്ങാൻ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലേക്ക് പോകാൻ ടാഗോറിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ സമ്മാനം ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു. 1914 ജനുവരി മാസത്തിൽ കൊൽക്കത്തയിലെ ഗവർണറാണ് ടാഗോറിന് ഈ നൊബേൽ പുരസ്കാരം കൊടുക്കുന്നത്. നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങി ആ വേദിയിൽ വെച്ച് ടാഗോർ പറഞ്ഞത് ഇങ്ങനെയാണ്: മറ്റുള്ളവരിൽ നിങ്ങളെ കാണാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരെ നിങ്ങളിലും കാണാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല എന്ന്. മഹാകവി അന്ന് പറഞ്ഞ ഈ വാക്കുകൾ അത് 8 വർഷം കഴിഞ്ഞാണ് നൊബേൽ സമ്മാനം നൽകിയവരുടെ പക്കലേക്ക് എത്തുന്നത്. ഉപനിഷത്തുകളെ ആശ്രയിച്ച് ടാഗോർ പറഞ്ഞ ആ കോട്ട് സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയിൽ ഇന്നും എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നൊബേൽ സമ്മാനം സ്വീകരിച്ചതിനു ശേഷം നടത്തിയ ടാഗോറിന്റെ പ്രസംഗ ശകലം ഓർത്തെടുത്താൽ അപരന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞാൽ ആരെയാണ് വെറുക്കാൻ പറ്റുന്നത്? പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ നമ്മളിലേക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയൊരു ലോകത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോവുകയാണല്ലേ. പക്ഷേ ഒന്ന് തല ഉയർത്തി നോക്കിയാൽ ഏറെ ജീവിതങ്ങളെ കാണാം. ഇത് വളരെ വിശാലമായ ലോകമല്ലേ. നമുക്ക് ചിറകുകൾ വിടർത്തി പറന്നുയരാം, ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, പിന്നെ മറ്റു ചിലർ കൂടെ ഉണ്ട്. നമുക്ക് ഒപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ചിലരുമുണ്ട്. അവരെയും കാണാൻ നമ്മൾ മറക്കരുത് എന്നൊരു കാര്യം കൂടി പറയണമല്ലോ ഇതിൻ്റെ കൂടെ പറയുമ്പോൾ.